നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനത്തിനായിട്ട് സങ്കീർത്തനം 34 5 വാക്യം, അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവർ ഒരു നാളും ലജ്ജിച്ചു പോയില്ല എന്ന ആ, സങ്കീർത്തന വാക്യം നമ്മൾ ആഴത്തിൽ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ സങ്കീർത്തനം നമ്മൾ മൊത്തത്തിൽ പൂർണ്ണമായിട്ട് നമ്മൾ പഠിക്കുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. തെറ്റുകുറ്റങ്ങളുണ്ടാകാം, സാധനം ഓർക്കുമല്ലോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ. കർത്താവിൻ്റെ ഈ വചനങ്ങൾ അതിനായിട്ട് ദാഹിച്ചിരിക്കുന്ന അനേകർ നമ്മുടെ ഇടയിലുണ്ട്. അവർക്കൊക്കെ ആശ്വാസമേകുവാനായിട്ട് ഇരുവായി തലമൂർച്ചയുള്ള കർത്താവിൻ്റെ വചനങ്ങൾ അനേകരിലേക്ക് വ്യാപിക്കേണ്ടതും ആവശ്യമാകുന്നു. അതിനാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഈ വചനങ്ങൾ, ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കണമേ. ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യണമേ എന്നും അപേക്ഷിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ സങ്കീർത്തനം 34 എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂതോച്ചാടനത്തിൽ എക്സോസിസത്തിന് വേണ്ടി നമ്മൾ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുന്നതായ ഒരു സങ്കീർത്തനമാണ്. വളരെ ശക്തമായ ഒരു സങ്കീർത്തനമാണ് ദാവീദിൻ്റെ ഈ 34 സങ്കീർത്തനം. പിശാചിനെ ബഹിഷ്കരിക്കുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വളരെ ശക്തിയേറിയ ഒരു സങ്കീർത്തന ഭാഗമാണ് ഈ സങ്കീർത്തനം 34. ഈ സങ്കീർത്തനം 34 ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, ദാവീദിനെ അബീമേലെക്കിൻ്റെ മുമ്പിൽ വച്ച് ദാവീദ് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്നും അബീമേലെക്ക് അവനെ ആട്ടിക്കളഞ്ഞപ്പോൾ ദാവീദ് എഴുതിയൊരു സങ്കീർത്തനമാണ്. അബീമേലെക്ക് എന്ന് പറയുന്ന ഫിലിസ്ത്യ രാജാവിൻ്റെ മുമ്പിൽ അവൻ അകപ്പെട്ടു പോകുമെന്ന് തോന്നിയ സമയം ദൈവം, അനന്തജ്ഞാനിയായ ദൈവം, അവൻ്റെ മനസ്സിൽ ഒരു ജ്ഞാനത്തിൻ്റെ വിത്ത് കൊടുക്കുകയാണ്. അതായത്, നീ അബീമേലെക്കിൻ്റെ മുമ്പിൽ ഒരു പൊട്ടനെ പോലെ, ഒരു ഭ്രാന്തനെ പോലെ അഭിനയിക്കുക. അവൻ നിന്നെ അവൻ്റെ സന്നിധിയിൽ നിന്ന് മാറ്റിക്കളയും. അപ്പോൾ നിനക്ക് അവിടെ നിന്ന് അവൻ്റെ അടുത്തു നിന്ന് രക്ഷപ്പെട്ടു പോകാം. അപ്പോൾ കർത്താവിൻ്റെ ഈ ദൂത്, യഹോവയായ ദൈവത്തിൻ്റെ ഈ ദൂത് ദാവീദ് ഉൾക്കൊള്ളുകയും ഒരു ഭ്രാന്തനെ പോലെ അഭിനയിക്കുകയും, അപ്പം ഈ ഭ്രാന്തൻ